ഹലോ ഫ്രണ്ട്സ്, മൈ തായ്ലൻഡ് ജേണിയുടെ ലാസ്റ്റ് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. 5 ദിവസങ്ങൾ പോയതറിയാതെ നമ്മുടെ 12 അംഗ ടീം ബാങ്കോക്കിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ കാലത്തെ ഹോട്ടലിൽ നിന്നും നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ വഴിമധ്യേ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ സന്ദർശിക്കുകയുണ്ടായി. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ അകവും പുറവും അതിമനോഹരമായിരുന്നു. ശ്രീബുദ്ധൻ്റെ സ്വർണ്ണ വിഗ്രഹം എത്ര കണ്ടാലും മതിയാകില്ല. അതിമനോഹരമായ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ പുറത്താണ് നമ്മളുള്ളത്. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മണിയടിക്കുന്ന ശബ്ദം, അങ്ങനെ നമ്മുടെ കൈകൊണ്ട് ആ മണിയിൽ ഇങ്ങനെ തൊടുമ്പോഴും ശബ്ദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശ്രീബുദ്ധൻ്റെ സ്വർണ്ണ വിഗ്രഹം എത്ര കണ്ടാലും മതിയാവുകയില്ല. അവിടെ ധാരാളം പേര് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നമ്മൾ നേരെ പോയത് ബാങ്കോക്കിലെ തന്നെ ദുസിത്ത് ജില്ലയിലുള്ള മാർബിൾ ടെമ്പിളിലേക്കാണ്. മാർബിൾ ബുദ്ധ ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത്. ആദ്യം പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളാണ്. ഇപ്പോൾ മാർബിൾ ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മൾ മാർബിൾ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ടെമ്പിളാണ്. അതിൻ്റെ അകവും പുറവും ഒക്കെ തന്നെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ധാരാളം ആൾക്കാർ ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ഹാളിന് ചുറ്റുമുള്ള ഗാലറിയിൽ 52 വ്യത്യസ്ത ബുദ്ധപ്രതിമകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർബിൾ ടെമ്പിളിൻ്റെ ഉൾഭാഗത്തുള്ള ബുദ്ധ വിഗ്രഹം, അതിൻ്റെ മേൽക്കൂരയിലുള്ള കൊത്തുപണികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറം ഭാഗത്തുള്ള കെട്ടിടങ്ങളാണ് അതിമനോഹരം. ഈ ടെമ്പിളിൻ്റെ പിൻഭാഗത്താണ് ഈ 52 ബുദ്ധ പ്രതിമകൾ നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ പലരും അവിടെ പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങളാണ്, വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള വിഗ്രഹങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാലറിയിൽ 52 ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
നവദ്വീപ് മാർബിൾ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ുള്ള ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം കൺകുളിർക്കെ കണ്ട് നമ്മൾ പിന്നെ പോയത് അടുത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചു. അവിടെ ഹോളി ആഘോഷമാണെന്ന് പറഞ്ഞു. കളർ വെള്ളവും ചായവും പൂശി തെരുവുകളിൽ ആളുകൾ ഹോളി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. കണ്ട, അപ്പം ആരെയും വിടുന്നില്ല. ബൈക്കിലായാലും കാറിലായാലും വഴിയിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ വെള്ളം ചീറ്റി നനയ്ക്കുകയാണ്. അത് അവരുടെ ആഘോഷം ഒന്ന് നടക്കുകയാണ്. ഡോൺ മ്യൂ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി അങ്ങനെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 5 ദിവസം നീണ്ടു നിന്ന ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. തായ്ലൻഡിനോട് ഗുഡ് ബൈ പറഞ്ഞ് മടക്കയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള യാത്രാവിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.